ഹായ്, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ നിർത്തിയെടുത്തുന്ന തുടങ്ങാണ്. വരുന്ന 7 ദിവസങ്ങൾ ഇനി ഉള്ള കുറച്ച് നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അതെ, കഴിഞ്ഞ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടാവും ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ നക്ഷത്രം ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ ഒട്ടും മിസ് ചെയ്യരുത്. ഈ വിശകലനം ശരിക്കും നിങ്ങൾക്കുള്ളതാണ്. ശരി, അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ ആദ്യത്തെ 3 നക്ഷത്രങ്ങളിലേക്ക് കടക്കാം, അല്ലേ? ഈ ആഴ്ച അവർക്ക് എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരാഴ്ചയാണ് മുന്നിലുള്ളത്. നോക്കൂ, നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ കുറിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണിത്. ഒരുപാട് നാളായി മുന്നോട്ട് പോകാതെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങൾക്കും ഒരു ജീവൻ വെച്ച് തുടങ്ങുന്നത് നിങ്ങൾക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഈ നല്ല ഫലങ്ങളൊക്കെ ഒന്നുകൂടി കൂട്ടാനായിട്ട് തിങ്കളാഴ്ച ദിവസം ഭഗവാൻ ശിവന് ഭക്തിയോടെ അല്പം ജലമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ശരി, ഇനി അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർ ഈ വരുന്ന ആഴ്ച കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പ്രത്യേകിച്ചും ചില കാര്യങ്ങളിൽ. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൈസയുടെ വിഷയത്തിലാണ്. ആരെങ്കിലും എന്തെങ്കിലും ഉറപ്പുകളോ വാഗ്ദാനങ്ങളോ തന്നെന്ന് വെച്ച് പണം കടം കൊടുക്കാനോ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്താനോ നിൽക്കരുത്. ഈ ആഴ്ച അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഒരു ചെറിയ ബുദ്ധിമുട്ട് മാറാനും ഐശ്വര്യം നിലനിർത്താനും വരുന്ന വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് വീട്ടിലൊരു ദീപം തെളിയിക്കുന്നത് ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. ശരി, ഈ ഒരു സെക്ഷനിലെ അവസാനത്തെ നക്ഷത്രത്തിലേക്ക് വരാം. ചതയം. ചതയം നക്ഷത്രക്കാർക്ക് ശരിക്കും സന്തോഷിക്കാനുള്ള വകയുണ്ട്. ഈ ആഴ്ച നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് സഹായം കിട്ടാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. അതിലും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കുഴപ്പിച്ചിരുന്ന, മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും പെട്ടെന്നൊരു പരിഹാരം തെളിഞ്ഞു വരുന്നത് കാണാം. അപ്പോൾ ഈ കിട്ടുന്ന നല്ല കാര്യങ്ങൾക്ക് ഒരു നന്ദി പോലെ പാവപ്പെട്ടവർക്കോ ആവശ്യക്കാർക്കോ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സേവനം ചെയ്യുന്നത് കൂടുതൽ ഐശ്വര്യം കൊണ്ടുവരും. ഇപ്പൊ നോക്കൂ, എന്ത് രസാണെന്ന്. ഇനി വരാൻ പോകുന്ന 2 നക്ഷത്രക്കാർക്ക് കിട്ടാൻ പോകുന്ന ഫലങ്ങൾ തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ടെന്ന് നോക്കിക്കേ. ഒരാളുടെ മനസ്സ് അല്പം അശാന്തമാകുമ്പോൾ മറ്റൊരാൾ വിജയത്തിന്റെ സൂചനകളാണ് കാണുന്നത്. എന്താണിതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ശരി, അപ്പൊ നമുക്ക് നേരെ അവസാനത്തെ 3 നക്ഷത്രങ്ങളിലേക്ക് പോകാം. അവർക്ക് ഈ ആഴ്ച എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. നമ്മളിപ്പോൾ കണ്ടതുപോലെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മനസ്സിന് ഒരല്പം ഭാരം തോന്നാൻ സാധ്യതയുണ്ട്. നമ്മുടെയൊക്കെ മനസ്സ് അശാന്തമാകുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ചിലപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടും, അല്ലേ? അതുകൊണ്ട് ഈ ആഴ്ച സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ബന്ധങ്ങളെ മോശമായി ബാധിച്ചേക്കാം. കഴിയുന്നത്ര ശാന്തമായിരിക്കാൻ ശ്രമിക്കുക. മനസ്സ് ശാന്തമാക്കാൻ വളരെ എളുപ്പമുള്ളൊരു വഴിയുണ്ട്. ചൊവ്വാഴ്ച ദിവസം ഏതെങ്കിലും ദേവിക്കോ ദേവനോ ഒരു ചുവന്ന പുഷ്പം സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി തിരുവാതിരയുടെ നേർവിപരീതമായി വിശാഖം നക്ഷത്രക്കാർക്ക് വിജയത്തിന്റെ നാളുകളാണ് വരുന്നത്. വിശാഖം നക്ഷത്രക്കാർക്ക് ശരിക്കും ഇതൊരു ഗംഭീര സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ഉറപ്പായും നിങ്ങളുടെ കയ്യിൽ വരും. വിജയത്തിലേക്കുള്ള വഴി കൂടുതൽ വ്യക്തമായി തെളിയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വിജയങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ട് വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് ഊർജം നൽകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയ്ക്കുള്ള സന്ദേശം വളരെ ലളിതമാണ്, എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്. പലപ്പോഴും നമ്മളെ പേടിപ്പിക്കുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളായിരിക്കും, അല്ലേ? അനിഴം നക്ഷത്രക്കാർക്കുള്ള സന്ദേശം ഇതാണ്: ആ പേടിയൊക്കെ വെറുതെയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക. സമാധാനമായിരിക്കുക. മനസ്സിന് ശാന്തമാക്കാനും ഈ ഒരു പോസിറ്റീവ് ചിന്ത നിലനിർത്താനും എല്ലാ ദിവസവും രാവിലെ കുറച്ചുനേരം ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഒരു ശീലമാക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട നക്ഷത്രഫലങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി നിങ്ങളാണ് ഈ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇന്ന് നമ്മൾ സംസാരിച്ച നക്ഷത്രങ്ങളിലൊന്ന് നിങ്ങളുടേതാണോ? ഈ പറഞ്ഞ ഫലങ്ങളുമായി നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ? ബാക്കിയുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങളുമായി നമ്മുടെ ഈ യാത്രയുടെ 3ാം ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നിങ്ങളുടെ നക്ഷത്രം താഴെ കമന്റ് ചെയ്യുക. ഈ പരിശ്രമത്തെ ഒരു ലൈക്കിലൂടെ പ്രോത്സാഹിപ്പിക്കുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്യുക.
നിങ്ങളുടെ ഓരോ കമന്റിനും ലൈക്കിനും ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ അടുത്ത തവണ കാണാം. നമസ്കാരം.